ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ രണ്ട് കർഷകന്മാർ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ചൊല്ലാല്ലേ? താമരമകൾ മുകർന്നിടുവാൻ വെമ്പിടുന്ന കോമളകരത്തിനാൽ ഭിക്ഷാപാത്രവുമേന്തി ശ്രീ തഥാഗതൻ ചെന്നു കർഷകധനികൻ്റെ വാതിൽക്കൽ കരുണതൻ കിരണം ചുറ്റും വീശി. മുമ്പിലാ മുറ്റത്തുള്ള പുത്തിലഞ്ഞിതൻ പൂത്ത കൊമ്പിൽ നിന്നവിടത്തെ പാത്രത്തിൽ പതിക്കയായി ആ മരം സമാർജിച്ച വാസന്ത സമ്പത്തെല്ലാം ആമന്ദമൊരാമോദം അന്തരീക്ഷത്തിൽ തങ്ങി. രാജലക്ഷ്മിയും യശോധരയും സ്വയം പുൽകാൻ രാഗവിഹ്വലം മോഹിച്ചിരുന്ന തൃക്കൈമെല്ലെ കേവലമൊരു പിടി വരിനെല്ലിനായി ലോകപാവനം നീട്ടി ദിവ്യശരണത്രയീധനൻ. നെല്ലളന്നിട്ടുകൊണ്ടു നിൽക്കുമാ കൃഷിക്കാരൻ തെല്ലുനീരസത്തോടെ പിച്ചക്കാരനെ നോക്കി വേല ചെയ്യണം വേല സമ്പന്നനക്കണ്ണിൻ്റെ മൂല കൂർപ്പിച്ചും കൊണ്ട് തന്നർത്ഥശാസ്ത്രം നീട്ടി. കാവിമുണ്ടുകാർക്കൊക്കെ സുഖിപ്പാനുള്ള സത്രം ദ്യോവിലാണ്, അവിടേക്ക് പൊയ്ക്കൂടെ വൈകിക്കാതെ. ഞാൻ ഇരക്കുവാൻ ചെന്നാൽ വയലേകില്ലാധാന്യം, ജ്ഞാനിയല്ലല്ലോ നിലം വേദാന്തം ശ്രവിക്കുവാൻ. ഒന്ന് പുഞ്ചിരിക്കൊണ്ടു ഗൗതമൻ ചൊല്ലി, ഞാനും എന്നുട നിലയ്ക്കൊരു കൊച്ചു കർഷകനത്രേ. കാടുകൾ പിടിച്ചിടും മർത്യമാനസത്തിൻ്റെ മേടുകൾ നിരത്തിയിട്ടൊക്കെയും സമമാക്കി. കനിവും അഹിംസയും പ്രേമവുമൊലിപ്പിച്ച് നനവുണ്ടാക്കി ശുദ്ധ സാത്വിക സംസ്കാരത്തിൻ ശാന്തജീവിതം വിതച്ചിടുവാൻ ശ്രമിക്കയാം ഞാൻ തനിച്ച്. അതിൽ നിന്ന് രോമാഞ്ചം കൊയ്യും ലോകം. ഭാവിയിൽ